അപ്പോഴേ നമുക്കിന്നൊരു പാചക വീഡിയോ ആയാലോ. പൊന്നൂസ് അവിടെ ഭയങ്കര ലൈവ് നടത്തുക. ലൈവ് നിർത്തിയിട്ട് ഇതിലൊന്ന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവളോട്ട് നിർത്തിയിട്ട് വേണ്ട വരാൻ. അപ്പം നമുക്ക് കണ്ട വരാൻ സമയത്ത് ഏതൊരു ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം പറയാം, ഒരു കുക്കർ എടുക്കുക. കുക്കർ എടുത്ത് അതിലേക്ക് നമ്മൾ നല്ല വൃത്തിയായിട്ട് അരിഞ്ഞ് കഴുകി വാരി വെച്ചിരുന്ന കൂർക്ക കണ്ടോ. കൂർക്ക ഒരുപാട് വെള്ളം കഴുകണം കേട്ടോ. കാരണം കൂർക്കയ്ക്കകത്ത് ഈ കൊച്ചു പൊടിമണ്ണുണ്ടാവും. ഒരു 10-15 പ്രാവശ്യം ഞാൻ കഴുകി വൃത്തിയായിട്ട് കഴുകിയത് ഇതിനകത്തോട്ട് ഇടുക. കുക്കറിലിട്ടു. ഇത് ഞാൻ വെറൈറ്റി ആയിട്ടാണ് വെക്കുന്നത്. വെറൈറ്റി ആയിട്ട് വെക്കുന്നത് കൊണ്ട് സത്യം പറഞ്ഞാൽ വേറെ ഒന്നും ഒരു കൂട്ടാനുമില്ല. അപ്പോൾ ഇത് ഇച്ചിരി ടേസ്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ മിക്കവാറും കണ്ടം അടിച്ച് പുറത്താകും. അപ്പോൾ കൂർക്ക വെച്ചു. ഇതിനകത്തോട്ട് ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇത്തിരി ഉപ്പുപൊടി, ഇത്തിരി നിർമ്മിച്ചിട്ട് കൂടുതലൊന്നും തോന്നും. ഇത്തിരി ഉപ്പുപൊടി കുറച്ചിട്ടാൽ മതി ഇട്ടു. എന്നിട്ട് അടുപ്പിൻ്റെ അവിടെ നിന്ന് നമുക്ക് മാറ്റി വെച്ചു, കാരണം അവിടെ വെട്ടം സെറ്റാവില്ലേ. അപ്പം ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. മഴയും മതി കേട്ടോ, ഒരു വിസിലടിക്കാനുള്ള വെള്ളം മതി. എന്നിട്ട് നമുക്കിതിനകത്തോട്ട് കഴുകി വാരി വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഏത് കറിക്കും എൻ്റെ വീക്ക്നെസ്സാണ് ഈ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില. ഓക്കെ, പത്രം ഇട്ടു കൊടുത്തിട്ട് കുക്കർ അടച്ചു. ഒരു വിസിൽ വരുന്നോളം വരെ ഇടട്ടെ. ഓക്കെ, വിസിലടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂർക്ക വേവാനായിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും കറിവേപ്പിലയിട്ട് ഒരു 2 വിസിലടിച്ച് മാറ്റി നമുക്ക് കൂർക്ക മാറ്റി വെച്ചേക്കാം. അപ്പം നമുക്കിനി എന്ത് ചെയ്യണം, അത് വഴറ്റി സെറ്റാക്കാം. ഒരു മിനിറ്റ്, വെള്ളം എടുത്ത് വെച്ചൊരു കാര്യം മറന്നു. വെളിച്ചെണ്ണ. അപ്പോൾ ഒരു ഉരുളി എടുത്തു. അതിലേക്ക് പാത്രം ചൂടായി. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എനിക്ക് എല്ലാത്തിനും പൊതുവെ എണ്ണ കൂടുതലാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് കടുകിട്ടു. പൊട്ടിത്തേറുന്നു. ഇനി നമുക്ക് തേങ്ങാക്കൊത്തിടാം. തേങ്ങാക്കൊത്ത് പെട്ടെന്ന് നീക്കുകയാണ്. ഒരു ലേശം മഞ്ഞപ്പൊടി കൊടുക്കുക. സ്ട്രിക്റ്റായ പോലെ തോന്നിയോ? അതേ, അവിടെ അല്ലല്ലോ, ഇത് ഇച്ചിരി ഹൈറ്റ് പോലുള്ള മുഖത്തെങ്ങാനും തെറിച്ച് വീഴുമെന്നുള്ളൊരു ടെൻഷനുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്ത് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതൊരു നുള്ളി ഉപ്പ് കൊടുക്കാതെ, തേങ്ങാക്കൊത്തല്ലേ, ഉപ്പ് പിടിച്ചിരുന്നില്ലെങ്കിലേ രസം കണ്ടിട്ടില്ല. അപ്പോൾ അത് സെറ്റായി. ഇനി പൊട്ടിത്തെറിക്കുന്ന അടുത്തായിട്ട് പച്ചമുളക് പൊടിച്ചിടുക.
കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം എന്താണ്? കറിവേപ്പില. ഇതിൻ്റെ ഇളക്കാം. നന്നായിട്ടിത് വഴന്നിരിക്കണം. കാരണം എന്തയോ നമ്മുടെ കൂർക്ക ഓൾറെഡി വെന്തിരിക്കുകയാണല്ലോ. പിന്നീട് പിള്ളേരെ ഒരു കാര്യം പറയാൻ പോയി, നമ്മൾ കൂർക്ക വേവാൻ വെച്ചില്ലേ, ആ വേവാൻ വെച്ചതിനകത്ത് ഒരു ശകലം ഗരം മസാലപ്പൊടിയുടെ ചേർത്ത് വേണം അത് കുക്കറിൽ വിസിലടിക്കാൻ വെക്കാണ് കൂർക്ക വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാതെ. ഇത് ലൈവ് കഴിഞ്ഞ് ഒന്ന് ജോയിൻ ചെയ്യുന്ന വെച്ചിട്ട് അവളെ കാണുന്നില്ലല്ലോ. പൊന്നുവേ കഴിഞ്ഞോ? ആയിടോണോ? ഞാനിവിടെ പാചക വീഡിയോ ചെയ്യുക. വേണമാ അവള് മടിച്ചിയ. അപ്പം സെറ്റായിട്ട് കാണിക്കുന്നുണ്ടല്ലോ അവിടെ. ആ സെറ്റായിട്ട് അവിടെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അടുപ്പിരിക്കുന്നത് ചെയ്യുമ്പോൾ പൊന്നൂസ് പിന്നെ അടുപ്പിൻ്റെ മണ്ടയ്ക്ക് കയറി ഇരുന്ന് വീഡിയോ ചെയ്യണം. അതെന്നല്ല അവിടെ വെട്ടക്കുറവാണ്. ഇതാകുമ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് വഴന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്കിതിനകത്ത് മസാലക്കൂട്ട് ഇടണം. ഇടാം. അതിന് പ്രത്യേകിച്ച് കണക്കുകളൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ ഓരോന്നിൻ്റെ ഇങ്ങനെ പേരെഴുതി വെച്ചിട്ടുണ്ട്. നാടൻ മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നൊക്കെ. അപ്പോൾ ആദ്യം ഇച്ചിരി ഗരം മസാല ഇടാം. വേറെ ഇരുന്നോട്ടെ, കൂർക്കയല്ലേ. തീ കുറച്ച് വെച്ചിട്ട് വേണേ. കുറച്ച് മുളക് പൊടി. ഇവിടെ എല്ലാവർക്കും എരിവിൻ്റെ ആളായതുകൊണ്ട് എല്ലാം എരിവ് കൂടുതൽ വേണം. കുറച്ച് ഒരു ശകലം ചിക്കൻ മസാല. ഞാനിങ്ങനെയൊക്കെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പം മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് ചിക്കൻ മസാല ഒക്കെ ഇട്ടു. ലാസ്റ്റ് നമുക്കൊരു പൊടിക്കേ ചെയ്യാനുണ്ട് കേട്ടോ. ഇത് ഇളക്കി കൊടുക്കുക. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക വെള്ളത്തോടെ തട്ടരുതേ. ഇല്ല, വെള്ളത്തോടെ തട്ടിയാലുണ്ടല്ലോ കൂർക്ക അവിയലായി പോവും. പിന്നെ എന്നെ പറഞ്ഞേക്കരുത്. അപ്പം ഇത് ഞാൻ മെയിനായിട്ട് ഉണ്ടാക്കി തരുന്നത് എൻ്റെ പിള്ളേർക്ക് വേണ്ടിയാണ്. ആർക്കാ? ശരണ്യ, അനുമോള്, പിന്നെ നമ്മളങ്ങനെ കുറച്ച് പിള്ളേർ സെറ്റില്ലേ, നിത്യമോന്, കുഞ്ഞു പിള്ളേരില്ലേ, വലിയ ഏജില്ലാത്ത നമ്മളെ പൊന്നൂട്ടനെ പോലെ ഞാൻ കാണുന്ന കുറച്ച് കൊച്ചു പിള്ളേർ. അപ്പോൾ വെറുതെ നിങ്ങൾ നിങ്ങളുടെ സ്പെഷ്യൽ മാത്രം കൂട്ടിയാൽ പോരല്ലോ. സൗമ്യാമ്മയുടെ ഈ മാട്ട റെസിപ്പിയും കൂടെ ഒക്കെ ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്യട പിള്ളേരെ. അപ്പം ഇതെനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നൊരു തുണിയാണ് കേട്ടോ. നമുക്ക് കീറിയിട്ടും കളയാതെ വെച്ചിരിക്കുക. നമ്മുടെ ടിക്ടോക്കൊക്കെ നേരത്തെ അറിയാവുന്ന ആളുകൾ കാണുന്നവർക്ക് അറിയാൻ പറ്റും. ടിക്ടോക്കിൽ എൻ്റെ ഭയങ്കര വൈറലായ പല ഷോർട്സിലെ ചുരിദാറുകളിലൊന്നാണ്. കാരണം അത് കളയാതെ വെച്ചിരിക്കുക. അപ്പം നമ്മുടെ കോർക്ക നമുക്ക് നല്ല വൃത്തിയായിട്ട് വെക്കാം. ഇത് കാണുമ്പോൾ നെഗറ്റീവ് കടയാളികൾ പറയും പാചകം ചെയ്യുമ്പോൾ ഗുണു സംസാരിക്കുകയാണ്. ആ ഒന്നടാ പോയി ഇത് ഇപ്പോൾ ഓൺ വോയിസായി ചെയ്തിട്ടാ ഇട്ടതാണ്. അല്ലാതെ അത് ഊമയെപ്പോലെ മിണ്ടാതിരുന്ന് വീഡിയോ ചെയ്തിട്ട് പിന്നെ അത് സൗണ്ട് കയറ്റി എഡിറ്റ് ചെയ്തിടാന്ന് വെച്ചാൽ നടക്കില്ല. അങ്ങനെ കുറേ എണ്ണം ഗ്യാലറി കിടപ്പുണ്ട്. സാധാരണ തുമ്മുമ്പോൾ ഞാൻ പറയാറുള്ളൂ,
ഏതോ കടയാളികൾ സമയമാകുമ്പോഴത്തേക്കും അവൾ വരാറായെന്ന് പറഞ്ഞു. ഇതിപ്പം മുളകും മല്ലിയെല്ലാം കൂടെ നോക്കി കിട്ടുക. കറി സെറ്റായി, സിമ്പിൾ, പെട്ടെന്ന് ഉണ്ടാകാൻ പറ്റുന്ന കറിയാണ്. കൂർക്ക മെഴുക്ക് വരട്ടി സെറ്റ് നോക്കാം. ചൂടാ സെറ്റാ. പിന്നെ ഇതിനകത്ത് നമുക്ക് ഒരു സാധനം കൂടെ ലാസ്റ്റ് പൊടിക്കയായിട്ട് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. മറ്റൊന്നുമല്ല, ശകലം കുരുമുളക്. കൂർക്ക മെഴുക്കുവരട്ടി വെക്കുമ്പോൾ ഒരിത്തിരി കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കാമെങ്കിൽ അതിന് നല്ലൊരു ഡീപ് ഫ്രൈഡ് ഒക്കെ സ്വാദ് കിട്ടും. നമുക്ക് ഫൈനലായിട്ട് കുരുമുളക് പൊടി ഇട്ട് സെറ്റാക്കി ഇളക്കി സെറ്റായി. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ടൊരു ശകലം പച്ചവെളിച്ചെണ്ണ കൂടെ തൂക്കി കൊടുക്കാം. അപ്പം അതിന് വേറൊരു ഫ്ലേവർ കിട്ടും. അപ്പം ഇത്തിരി മതി കേട്ടോ. ഇത്തിരി പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് 2-3 മതി. ഓൾറെഡി നമ്മൾ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് കറിവേപ്പില. ഇട്ട് സെറ്റാക്കി ഒന്നുകൂടെ ഇളക്കി റെഡിയാക്കിയാൽ നമ്മുടെ കൂർക്ക മെഴുക്ക് സെറ്റാക്കി എന്നിട്ടാം. കണ്ടോ നമുക്ക് കണ്ടോ ആവി പറക്കുന്ന സൂപ്പർ കൂർക്ക മെഴുക്കുവരട്ടിയിരിക്കാം. നമുക്ക് ആ പൊന്നും ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ലൈവിലിരിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവും. ഇതിൻ്റെ കൂടെ നല്ല സെറ്റ് പുളിശ്ശേരി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. നല്ല കട്ട തൈരൊക്കെ ആണെങ്കിൽ സൂപ്പറായിട്ട് ചോറിനാൻ പറ്റും കേട്ടോ. ബൈ ബൈ, സീ യു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബൈ.